മൃഗശാലയിലൂടെ ഒരു ഭാര്യയും ഭർത്താവും കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു. ഒരു ആൺകുരങ്ങും പെൺകുരങ്ങും സ്നേഹത്തോടെ ഭക്ഷണമൊക്കെ പങ്കുവെച്ച് ചേർന്നിരിക്കുന്നത് കണ്ട ഭാര്യ പറഞ്ഞു, നോക്കൂ, എന്ത് സ്നേഹത്തോടെയാണ് അവർ ഇരിക്കുന്നത്. ഇങ്ങനെയാവണം സ്നേഹമുള്ള ഭർത്താക്കന്മാർ. ഇത് പറഞ്ഞ ശേഷം അവർ സിംഹങ്ങൾ കിടക്കുന്ന കൂടിൻ്റെ അരികിലെത്തി. അവിടെ ഒരു ആൺസിംഹവും പെൺസിംഹവും ഉണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. ആൺസിംഹം തൻ്റെ ഇണയെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഭാര്യ പറഞ്ഞു, എന്തൊരു ക്രൂരനാണ് ആ സിംഹം. പെൺസിംഹത്തെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഭർത്താക്കന്മാർ ഒരിക്കലും ഇങ്ങനെയാവാൻ പാടില്ല. ഭാര്യമാരോട് സ്നേഹം കാണിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ഒക്കെ വേണം എന്ന് പറഞ്ഞ് ഭാര്യ വാചാലയായി. ഇത് കേട്ട ഭർത്താവിനൊരു ബുദ്ധി തോന്നി. ഭർത്താവ് പറഞ്ഞു, നീ ഒരു കല്ലെടുക്കൂ, എന്നിട്ട് ആ പെൺസിംഹത്തിന് നേരെ എറിയൂ. അതുപോലെ തന്നെ അവൾ ഒരു കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ തന്നെ ആ സിംഹം തൻ്റെ ഇണയെ സംരക്ഷിക്കാൻ വേണ്ടി ആ മൃഗശാലയെ തന്നെ വിറപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ ദേഷ്യത്തോടെ ഗർജിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഭാര്യയെ പോലും പേടിച്ചുപോയി. ഭർത്താവ് വീണ്ടും പറഞ്ഞു, നീ വീണ്ടും ഒരു കല്ലെടുത്ത് ആ സ്നേഹത്തോടെ ഇരുന്ന കുരങ്ങിന് നേരെ എറിയൂ. അവൾ അതുപോലെ ചെയ്തു. തൻ്റെ ഇണയെപ്പോലും ശ്രദ്ധിക്കാതെ ആൺകുരങ്ങ് ഓടി മരത്തിൽ കയറി ഒളിച്ചിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതുപോലെയുള്ള കപട സ്നേഹങ്ങൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നാൽ അമിതമായ സ്നേഹപ്രകടനങ്ങളും കപടമായ പ്രേമനാടകങ്ങളും മാത്രമേ കാണാനുള്ളൂ. പലരും ഇതുപോലെയുള്ള കുരങ്ങന്മാരെ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ താൻ കൊടുക്കേണ്ട സ്നേഹവും കരുതലും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്ന സിംഹത്തെ ആരും കാണാറില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാറില്ല. ഇത് തിരിച്ചുമാകാം. സ്നേഹം കൊടുക്കുന്ന പെൺസിംഹങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പൊള്ളയായ സ്നേഹപ്രകടനങ്ങളിൽ വീഴാതിരിക്കുക. ആഴത്തിലുള്ള ബന്ധങ്ങളെ നാം തിരിച്ചറിയുക.